എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2026 ഏപ്രിൽ 7, 8 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇനിയിപ്പോൾ CPO എക്സാം ഒക്കെ വരാനിരിക്കുകയാണ്. CPO എക്സാം എന്ന് പറയുമ്പോൾ CPO എന്നല്ല, ഏതൊരു ഫോഴ്സ് എക്സാം ആയാലും സ്പെഷ്യൽ ടോപ്പിക്കാണ് അതിൽ മെയിൻ എന്ന് പറയുന്നത്. സോ CPO എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഒരു CPO സ്പെഷ്യൽ ടോപ്പിക് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 200 മണിക്കൂറിലുള്ള ക്ലാസ്സുകളാണ്. അതിൻ്റെ ഭാഗമായിട്ട് ടോപ്പിക് വൈസ് എക്സാമുകളും മോഡൽ എക്സാമുകളും ഉണ്ടാവും. കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. ദെൻ മെന്റർ സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ആകെ 399 രൂപ മാത്രമേ ഉള്ളൂ. ലൈഫ് ടൈം വാലിഡിറ്റി ആണ്. അപ്പോൾ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അപ്പോൾ അതുവഴി പർച്ചേസ് ചെയ്യുക, പഠിക്കുക. ഇനി അതേപോലെ തന്നെ ഈ ഒരു CPO എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് CPO റാങ്ക് ഫയലും ടാലന്റ് പുറത്തിറങ്ങിയിട്ടുണ്ട്. 3 വോളിയോ ആയിട്ട് മുൻവർഷ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി, അതുപോലെ തന്നെ SCRT ഫാക്ടൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിലുണ്ട്, അതുപോലെ തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകളിലുണ്ട്. ഇനി അതല്ലെങ്കിൽ ടാലന്റിൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.channelkerala.com വഴി നിങ്ങൾക്ക് ഈ ഒരു പുസ്തകം പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ പോയിന്റിലേക്ക് വരാം. നമ്മളിത് ചർച്ച ചെയ്യുന്ന ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ദിനാചരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഏപ്രിൽ 7 അല്ലേ, ഏപ്രിൽ 7ന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എന്താണ്? അത് ലോകാരോഗ്യ ദിനമാണ് അല്ലേ. ഏപ്രിൽ 7 എന്ന് പറയുന്നത് ലോകാരോഗ്യ ദിനമാണ്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ദിനാചരണം നോക്കുമ്പോൾ നമുക്കറിയാം അല്ലേ, ഈ പറയുന്ന ഏപ്രിൽ 7ലാണ് എന്ത് ചെയ്യുന്നത്? WHO അഥവാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഫോം ചെയ്തത് എന്നാണ്? ഈ ഏപ്രിൽ 7-ാം തീയതിയാണ്. അതായത് 1948 ഏപ്രിൽ 7-നാണ് എന്ത് ചെയ്തത്? ലോകാരോഗ്യ സംഘടന ഫോം ചെയ്തത്. അതിന്റെ ആസ്ഥാനം അറിയാമല്ലോ, ജനീവയാണ് അല്ലേ. അപ്പോൾ ആ ലോകാരോഗ്യ സംഘടന ഫോം ചെയ്ത ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആചരിക്കുന്നത്. സോ എപ്പോഴും ലോകാരോഗ്യ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് പ്രമേയമാണ്. അപ്പോൾ ലോകാരോഗ്യ ദിനത്തിന്റെ 2026 പ്രമേയം എന്താണ്? ടുഗദർ ഫോർ ഹെൽത്ത് സ്റ്റാൻഡ് വിത്ത് സയൻസ് എന്നാണ്. ടുഗദർ ഫോർ ഹെൽത്ത് സ്റ്റാൻഡ് വിത്ത് സയൻസ് എന്നുള്ളതാണ് 2026 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. സോ അതുകൂടെ എന്ത് ചെയ്യുക, ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ചണ്ടാല ഭിക്ഷുകിയെ ആസ്പദമാക്കി അടുത്തിടെ കേരള കലാമണ്ഡലത്തിൽ അരങ്ങേറിയ പുതിയ കഥകളി ഏതാണ്? അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ചണ്ടാല ഭിക്ഷുകി എന്ന് പറയുന്നത് കുമാരനാശാന്റെ ഏറ്റവും ശ്രദ്ധേയമായൊരു കാവ്യമാണ് അല്ലേ. അതായത് അന്നത്തെ ആ ഒരു കാലഘട്ടത്തിലെ ജാതി ചിന്തകളെ ഒക്കെ വെല്ലുവിളിച്ച ഒരു കാവ്യമാണ് ചണ്ടാല ഭിക്ഷുകി എന്ന് പറയുന്നത്. അതായത് ദാഹിക്കുന്നു ഭഗിനി എന്ന് പറഞ്ഞുകൊണ്ട് കുടിവെള്ളം ചോദിച്ച ആനന്ദൻ എന്ന് പറയുന്ന ബുദ്ധ ഭിക്ഷുവിനോട് അല്ലലാൽ അങ്ങ് ജാതി മറന്നുവോ എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? മാതങ്കി എന്ന് പറയുന്ന ചണ്ടാലയായ സ്ത്രീ ചണ്ടാലിയായ സ്ത്രീ എന്ത് ചെയ്യുന്നു? ചോദിക്കുന്നു. താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീയായ മാതങ്കി എന്ത് ചെയ്യുന്നുണ്ട്? ചോദിക്കുന്നുണ്ട്, അല്ലലാൽ അങ്ങ് ജാതി മറന്നുവോ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം അത്രത്തോളം വളരെ മോശമായ ഒരു ജാതി പരിസ്ഥിതിയായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. ദെൻ അതിനുശേഷം എന്താണ് ആനന്ദൻ എന്ന് പറയുന്ന ബുദ്ധഭിക്ഷു പറയുന്നത്? എന്താണ്? ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി എന്നാണ് പറഞ്ഞത്. ഞാൻ ജാതിയല്ല നിന്നോട് ചോദിച്ചത്, ഞാൻ കുടിക്കാൻ വെള്ളമാണ് ചോദിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ജാതിയല്ല വെള്ളമാണ് പ്രധാനം എന്ന്, അതല്ലെങ്കിൽ എന്താണ് അന്നത്തെ കാലത്ത് വെള്ളത്തിനേക്കാൾ പ്രധാനം ജാതിയായിരുന്നു ജാതിയായിരുന്നോ എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു രചനയായിരുന്നു അന്നത്തെ കാലത്തായാലും ഇന്നത്തെ കാലത്തായാലും ഏറ്റവും പ്രസക്തമായ രചനയാണ് ചണ്ടാല ഭിക്ഷുകി എന്ന് പറയുന്നത്. മെയിൻ ക്യാരക്ടേഴ്സ് രണ്ടുപേരെ ഞാൻ പറഞ്ഞു, അതായത് ബുദ്ധഭിക്ഷു അഥവാ ആനന്ദനാണ്, മറ്റൊന്ന് മാതങ്കിയാണ്. മേ ബി പരീക്ഷകളിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഈ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള ചണ്ടാല ഭിക്ഷുകിയെ ബേസ് ചെയ്തിട്ട് ഈ റീസെന്റ് ആയിട്ട് കേരള കലാമണ്ഡലത്തിൽ അരങ്ങേറിയ പുതിയ കഥകളിയാണ് ഏതെന്ന് പറയുന്നത്? മാതങ്കി ചരിതം. ഏതാണ്? മാതങ്കി ചരിതം. ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. മാതങ്കി ചരിതം എന്ന് പറയുന്നത് ഒരു ആട്ടക്കഥയാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് കഥകളി റീസെന്റ് ആയിട്ട് ഇവിടെ കലാമണ്ഡലത്തിൽ അരങ്ങേറുകയുണ്ടായി. കൃത്യമായിട്ട് പഠിക്കുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നിങ്ങളെല്ലാവരും കണ്ടൊരു പോയിന്റാണ്. അതായത് രാഘവ് ചദ്ദ എന്ന് പറയുന്ന പേര് എല്ലാവർക്കും അറിയാം. കാരണം നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പേരേ ഉള്ളൂ. കാരണം ഇപ്പോൾ അടുത്തതായിട്ടുള്ള നമ്മുടെ ഈ 28 ദിവസത്തെ പ്ലാനിൻ്റെ കാര്യത്തിലായാലും, അത് മൊബൈൽ പ്ലാനിൻ്റെ കാര്യത്തിലായാലും, അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ കാര്യത്തിലൊക്കെ ആയാലും ഒരുപാട് കമൻസ് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞൊരു വ്യക്തിയാണ് രാഘവ് ചദ്ദ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം ആം ആദ്മി പാർട്ടിയാണ്. അത് മാത്രമല്ല ഇദ്ദേഹം രാജ്യസഭാ മെമ്പറാണ്. അതും കൂടെ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ രാജ്യസഭാ മെമ്പറാണ് ആരെന്ന് പറയുന്നത്? രാഘവ് ചദ്ദ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ പാർട്ടികൾക്കും എന്തുണ്ടാവും? രാജ്യസഭയിൽ ഒരു ഡെപ്യൂട്ടി ലീഡർ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ എന്ത് ചെയ്യുന്നു? രാഘവ് ചദ്ദ ആം ആദ്മി പാർട്ടിയുടെ ഡെപ്യൂട്ടി ലീഡർ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തെ എന്ത് ചെയ്തു? ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് ചർച്ച ചെയ്തെന്ന് മാത്രം. അപ്പോൾ അടുത്തിടെ ഡെപ്യൂട്ടി ലീഡർ പദവിയിൽ നിന്നും മാറ്റപ്പെട്ട രാഘവ് ചദ്ദ ഏത് പാർട്ടിയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടിയാണ്. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക.
ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഗോലസ്ഥാൻ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അപ്പോൾ എന്താ പറഞ്ഞത്? ഗോലസ്ഥാൻ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അപ്പോൾ അത് ടെഹ്റാനിലാണെന്നുള്ള കാര്യം ഓർക്കുക, അതായത് ഇറാനിലാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇത് പറഞ്ഞത് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അല്ലേ? നമ്മുടെ പശ്ചിമേഷ്യൻ സംഘർഷം അഥവാ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ തകർന്ന കൊട്ടാരമാണ് ഏതെന്ന് പറയുന്നത്? ഗോലസ്ഥാൻ കൊട്ടാരം എന്ന് പറയുന്നത്. കൃത്യമായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക. കാരണം ഈ ഒരു കൊട്ടാരം എന്ന് പറയുന്നത് 2013 എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് പട്ടികയിൽ ഉൾപ്പെട്ട കൊട്ടാരമാണ്. അപ്പോൾ 2013 യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് പട്ടികയിൽ അഥവാ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കൊട്ടാരമാണ് ഗോലസ്ഥാൻ കൊട്ടാരം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇറാനിലാണെന്നുള്ള കാര്യം പഠിക്കുക. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ തകർന്നു പോയ കൊട്ടാരമാണ് ഈ പറയുന്ന ടെഹ്റാൻ കൊട്ടാരം. സോ അതുകൂടെ എന്ത് ചെയ്യുക, ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ ഗജാർ രാജവംശത്തിന്റെ കാലഘട്ടത്തിലാണ് ഈ ഒരു കൊട്ടാരം പണിയെടുപ്പിച്ചിട്ടുള്ളത്. ഇനി അതിന് പുറമെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഇത് തകർന്നല്ലോ അല്ലെ? അപ്പൊ ഇത് തകർന്നത് 1954 ഹേഗ് കൺവെൻഷന്റെ എന്താണ് ലംഘനമാണ് എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പൊ എന്താണ് 1954 ഹേഗ് കൺവെൻഷൻ. അപ്പൊ എന്താ ഈ ഹേഗ് കൺവെൻഷൻ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു രാജ്യത്തിൽ എന്താവും യുദ്ധങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും. സോ അത്തരത്തിൽ നടക്കുന്ന യുദ്ധങ്ങൾ കാരണം എന്ത് ചെയ്യാൻ പാടില്ല, അവിടുത്തെ പൈതൃക കേന്ദ്രങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, തകരാൻ പാടില്ല, അതിന് സംരക്ഷണം കൊടുക്കണമെന്നുള്ളതാണ് ഈ ഒരു ഹേഗ് കൺവെൻഷൻ പറയുന്നത്. പക്ഷേ ഇവിടെ എന്ത് ചെയ്തു, ഇപ്പൊ ഈ ഒരു കൊട്ടാരം തകർന്നു. സോ അത്തരത്തിൽ ആ കൊട്ടാരം തകർന്നത് 1954 ഹേഗ് കൺവെൻഷന്റെ ലംഘനമാണ് എന്നാണ് എന്ത് ചെയ്യുന്നത്, ചൂണ്ടിക്കാണിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഗോലസ്ഥാൻ കൊട്ടാരം ടെഹ്റാനിലാണ്. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അത് എന്ത് ചെയ്തു, തകർന്നു വീണു. ഇനി അടുത്തത് ഒരു സൂചികയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് IRENA റിന്യൂവബിൾ കപ്പാസിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട് പ്രകാരം 2025 ആഗോള റിന്യൂവബിൾ എനർജി വിപണിയിൽ ഒന്നാമതുള്ള രാജ്യം ഏത് എന്നുള്ളതാണ്. അപ്പോൾ എന്താ പറഞ്ഞത്? IRENA റിന്യൂവബിൾ കപ്പാസിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട് പ്രകാരം 2025 ആഗോള റിന്യൂവബിൾ എനർജി വിപണിയിൽ ഒന്നാമതുള്ളത് ഏത് രാജ്യമാണ്? ചൈനയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് മനസ്സിലാക്കണം. രണ്ടാം സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയാണ്. ദെൻ തേർഡ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. അപ്പം തേർഡ് ഇന്ത്യയാണ്, രണ്ടാമത് അമേരിക്കയാണ്, ഒന്നാമത് ആരാണ്? ചൈനയാണ്. അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി അതുപോലെ തന്നെ ഈ IRENA പൂർണ്ണരൂപം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ റിന്യൂവബിൾ എനർജി ഏജൻസി എന്നാണ് IRENA പൂർണ്ണരൂപം എന്ന് പറയുന്നത്. അത് സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അബുദാബി ആണ് എന്നുള്ളൊരു കാര്യം കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് മഗാവ എലിയുടെ സേവനങ്ങൾക്കുള്ള ആദരസൂചകമായിട്ട് കംബോഡിയയിൽ സ്മാരക പ്രതിമ സ്ഥാപിച്ചു. അപ്പോൾ മഗാവ എലി എന്ന് പറയുന്ന എലിക്ക് വേണ്ടിയിട്ട് ഒരു പ്രതിമ സ്ഥാപിച്ചു. ഇതാണ് നമ്മളെ പോയിന്റ്. അപ്പോൾ ഇത് എവിടെയാണ് സ്ഥാപിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കംബോഡിയയിലാണ്. അപ്പോൾ ഈ പറയുന്ന എലിയെ പറ്റിയോ അല്ലെങ്കിൽ ഇത് എന്തിനു വേണ്ടിയാണ് സ്ഥാപിച്ചതിനെ പറ്റിയുള്ള കുറച്ച് കൺഫ്യൂഷൻസ് നമുക്കുണ്ടാകും. കാര്യം വളരെ റെയറായ ഒരു കണ്ടന്റാണ് മഗാവ എലിയെ അതിനു വേണ്ടി ഒരു പ്രതിമ സ്ഥാപിക്കുന്നതൊക്കെ. അപ്പോൾ എന്താണ് മഗാവ എലി അല്ലെങ്കിൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ മഗാവ എലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം കംബോഡിയ എന്ന് പറയുന്നത് അത്ര നല്ല രീതിയിലൊന്നും നിന്നിരുന്ന രാജ്യമല്ല. കാരണം അവിടെയും പണ്ട് ഒരുപാട് തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ രൂക്ഷമായിരുന്നു. സോ അതിന്റെ ഭാഗമായിട്ട് പലയിടത്തുമൊക്കെ കുഴിബോംബുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കുഴിച്ചിട്ടുണ്ടായിരുന്നു. സോ അത്തരത്തിൽ കുഴിബോംബ് കണ്ടെത്താനായിട്ട് 2016 നിയോഗിക്കപ്പെട്ട ഒരു എലിയാണ് എന്തെന്ന് പറയുന്നത്, മഗാവ എലി എന്ന് പറയുന്നത്. കാരണം അതിന്റെ സ്മെല്ല് വെച്ചിട്ടാണ് അതെന്ത് ചെയ്യുന്നത്, കണ്ടെത്തുന്നത്. ഇത് വലിയ വെയിറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അതിന്റെ പുറത്തു കൂടെ പോയാലും ഇത് പൊട്ടയൊന്നുമില്ല. സോ അത്തരത്തിൽ എന്താണ് ഈ ഒരു കുഴിബോംബ് കണ്ടെത്താനായിട്ട് നിയോഗിക്കപ്പെട്ട ഒരു എലി. അതിനുവേണ്ടി ഇതിന് പ്രത്യേക ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആ ട്രെയിനിങ് കൊടുത്ത സംഘടനയുടെ പേരെന്ന് പറയുന്നത് അപ്പോപ്പോ കേട്ടോ. അപ്പോപ്പോ എന്ന് പറയുന്ന സംഘടനയിൽ നിന്നാണ് എന്ത് ചെയ്തത്, ഈ ഒരു എലി ട്രെയിൻ ചെയ്തത് കേട്ടോ. അപ്പോൾ മഗാവ എലിക്ക് ട്രെയിനിങ് കൊടുത്ത സംഘടന അപ്പോപ്പോയാണ്. ദെൻ ആ സംഘടനയുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് 2016 എന്ത് ചെയ്യുന്നു, ഈ കുഴിബോംബ് കണ്ടെത്താനായിട്ട് വരികയും ദെൻ അത് കണ്ടെത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി അതുപോലെ തന്നെ ഈ എലിക്ക് PDSA ഗോൾഡ് മെഡലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് ഈ മൃഗങ്ങളുടെ ജോർജ് ക്രോസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു മെഡലാണ് PDSA മെഡൽ എന്ന് പറയുന്നത്. സോ ആ മെഡലൊക്കെ കിട്ടിയിട്ടുള്ള ഒരു എലി കൂടിയാണ്. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, പല പരീക്ഷകൾക്കും റെയറായിട്ടൊക്കെ കൊനഷ്ടായിട്ട് കിടക്കുന്ന ചില കറണ്ട് അഫേഴ്സ് ഒക്കെ വരാറുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിൽ എവിടെയെങ്കിലും ചോദിച്ചാലായി. ഇപ്പോൾ എന്തായാലും ഓർത്ത് വയ്ക്കുക, മഗാവ എലിക്ക് വേണ്ടിയിട്ട് സ്മാരകം സ്ഥാപിച്ചത് കംബോഡിയയിലാണ്. അപ്പോൾ മഗാവ എലി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീണ്ട കാലങ്ങളായിട്ട് കംബോഡിയയിൽ പല ആഭ്യന്തര പ്രശ്നങ്ങളും യുദ്ധങ്ങളും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ബാക്കിയായിട്ട് അവിടെ ഉണ്ടായിരുന്ന കുഴിബോംബുകൾ കണ്ടെത്താനായിട്ട് നിയോഗിക്കപ്പെട്ട ഒരു എലിയാണ് എന്തെന്ന് പറയുന്നത്, മഗാവ എലി. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഹാലോ വേൾഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹാലോ വേൾഡ് എന്ന് പേരിട്ടിരിക്കുന്ന ഭൂമിയുടെ ചിത്രം പകർത്തിയത് ആരാണ്? എന്താ പറഞ്ഞത്, ഹാലോ വേൾഡ് എന്ന് പേരിട്ടിരിക്കുന്ന ഭൂമിയുടെ ചിത്രം പകർത്തിയത് ആരാണ്? അപ്പോൾ അത് റീഡ് വീസ്മാൻ ആണെന്ന കാര്യം ഓർക്കുക. നമുക്കറിയാം ഇപ്പോൾ ആർട്ടിമിസ് 2 എന്ന് പറയുന്ന മിഷൻ ഇപ്പോൾ വിക്ഷേപിച്ചേ ഉള്ളൂ അല്ലേ. അതായത് 1972 അപ്പോളോ 17 മിഷന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഒരു ദൗത്യം ചന്ദ്രനിലെ മനുഷ്യനെ ഇറക്കാനായിട്ട് ഒരു ദൗത്യം എന്ത് ചെയ്തിരിക്കുന്നു, നാസ പ്ലാൻ ചെയ്തിരിക്കുന്നു. അതായത് ആർട്ടിമിസ്
1, 2, 3 ഇങ്ങനെ ആർട്ടിമിസ് ദൗത്യമുണ്ട്. സോ ഈ ആർട്ടിമിസ് 2ന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു 4 പാസഞ്ചേഴ്സ് സ്പേസിലേക്ക് പോയ കാര്യം നമ്മൾ ചർച്ച ചെയ്തു. സോ ആ യാത്രാവേളയിൽ എന്ത് ചെയ്തിരിക്കുന്നു, അതിന്റെ കമാൻഡർ കൂടിയായിട്ടുള്ള റീഡ് വീസ്മാൻ എടുത്ത ചിത്രം, ഭൂമിയുടെ ചിത്രമാണ് ഏതെന്ന് പറയുന്നത് ഹാലോ വേൾഡ് എന്ന് പറയുന്ന പേരിട്ടിരിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. then അത് മാത്രമല്ല ഈ ഒരു ചിത്രം കമ്പയർ ചെയ്തിരിക്കുന്നത് 1972 അപ്പോളോ 17 എടുത്ത ചിത്രവുമായിരുന്നു കേട്ടോ. അപ്പോളോ 17 ഇതിനു മുൻപ് 1972 എന്താണ് ഒരു ചിത്രം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോളോ 17 എടുത്ത ചിത്രത്തിന്റെ പേരെന്ന് പറയുന്നത് ബ്ലൂ മാർബിൾ എന്നാണ് കേട്ടോ. ബ്ലൂ മാർബിൾ എന്നാണ് ആ ഒരു ചിത്രത്തിന്റെ പേര്. അപ്പോൾ ആ ബ്ലൂ മാർബിൾ എന്ന് പറയുന്ന ചിത്രവുമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഹാലോ വേൾഡിനെ കമ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ഹാലോ വേൾഡ് എന്ന് പറയുന്നത് ഭൂമിയുടെ ചിത്രമാണ്, ബ്ലൂ മാർബിൾ എന്ന് പറയുന്നത് ഭൂമിയുടെ ചിത്രമാണ്. ഈ ഹാലോ വേൾഡ് എടുത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീഡ് വീസ്മാൻ ആണ്. ദെൻ ബ്ലൂ മാർബിൾ എടുത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോളോ 17ന്റെ ഭാഗമായിട്ട് 1972 എടുത്ത ചിത്രമാണ്. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക. ഇനി അതുപോലെ തന്നെ ഒരു കാര്യം കൂടി നോക്കാറുണ്ട് കേട്ടോ. അതായത് ട്രാൻസ് ലൂണാർ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നൊരു ടേം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് പഠിക്കണം കേട്ടോ. ട്രാൻസ് ലൂണാർ ഇഞ്ചക്ഷൻ വളരെ പ്രധാനപ്പെട്ട ടേമാണ്. കാര്യം പത്രത്തിൽ എവിടെ നിന്നാണ് ഒരു ചോദ്യം വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുന്ന ഒരു ടേമാണ് ട്രാൻസ് ലൂണാർ ഇഞ്ചക്ഷൻ കേട്ടോ. കാര്യം ഈ ഒരു ചിത്രം എടുത്തെന്ന് പറഞ്ഞു, ആർട്ടിമിസ് 2ന്റെ യാത്രാവേളയിലാണ് ഈ പറയുന്ന ഹാലോ വേൾഡ് എന്ന് പറയുന്ന ചിത്രം എടുത്തത്. പക്ഷേ ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം, ഈ ഒരു പ്രോസസ്സ് ട്രാൻസ് ലൂണാർ ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് റീഡ് വീസ്മാൻ ഈ ഒരു ചിത്രം എടുത്തത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ പ്രോസസ്സ് എന്ന് പറയുന്നത്? അതായത് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും ചന്ദ്രനിലേക്ക് എന്ത് ചെയ്യുന്നു, ഉപഗ്രഹത്തെ തിരിച്ചു വിടുന്നതാണ് ഈ പറയുന്ന പ്രോസസ്സ് കേട്ടോ. അപ്പോൾ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും ചന്ദ്രനിലേക്ക് തിരിച്ചു വിടുന്നത്, ഉപഗ്രഹത്തെ തിരിച്ചു വിടുന്ന പ്രോസസ്സാണ് എന്ന് പറയുന്നത് ട്രാൻസ് ലൂണാർ ഇഞ്ചക്ഷൻ. സോ അതിനുശേഷമാണ് എന്ത് ചെയ്തത്, ഈ പറയുന്ന റീഡ് വീസ്മാൻ ഈ ഒരു ചിത്രം, അതായത് ഇത് ഹാലോ വേൾഡ് എന്ന് പറയുന്ന ചിത്രം എടുത്തത് കേട്ടോ. അപ്പോൾ അതുകൂടെ പഠിക്കുക. ഇനി അടുത്തെന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൽ സ്വാഭാവികമായുള്ള ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് അഥവാ കാൽസ്യം AKG എന്ന് പറയുന്ന രാസസംയുക്തം അൽഷിമേഴ്സ് രോഗത്തെ പ്രതിരോധിക്കാൻ സഹായിക്കുമെന്ന് അടുത്തൊരു കണ്ടെത്തൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നടത്തി കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പഠിച്ചാൽ മതിയാവും. അതായത് സിമ്പിളായിട്ട് ഇങ്ങനെയാണ്, അൽഷിമേഴ്സ് രോഗത്തെ പ്രതിരോധിക്കാൻ സഹായിക്കുമെന്ന് അടുത്തിടെ കണ്ടെത്തിയത് ഏത് രാസസംയുക്തമാണ് അൽഷിമേഴ്സ് രോഗത്തെ പ്രതിരോധിക്കാൻ സഹായിക്കുമെന്ന് അടുത്തിടെ കണ്ടെത്തിയത്? എന്താണ്? ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് ആണ്. അത് കൃത്യമായിട്ടൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്താണ് ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് ആണ് എന്തിനെ പ്രതിരോധിക്കാൻ, അൽഷിമേഴ്സ് രോഗത്തെ പ്രതിരോധിക്കാൻ സഹായിക്കുമെന്ന് അടുത്തിടെ കണ്ടെത്തിയത്. ഇനി അടുത്തത് നഗോയ പ്രോട്ടോകോൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ IRCC സർട്ടിഫിക്കറ്റുകൾ നൽകിയ രാജ്യം ഏതാണ്? അപ്പോൾ എന്താ പറഞ്ഞേ, നഗോയ പ്രോട്ടോകോൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ IRCC സർട്ടിഫിക്കറ്റുകൾ നൽകിയ രാജ്യം ഏതാണ്? അപ്പോൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയാണ് എന്നുള്ളൊരു കാര്യം വളരെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ എന്താണ് ഈ ഒരു നഗോയ പ്രോട്ടോകോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനിതക വിഭവങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട പാരമ്പര്യ അറിവുകളും ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ നേട്ടങ്ങൾ എന്ത് ചെയ്യുക, തുല്യമായിട്ടും കൃത്യതയോടും പങ്കുവയ്ക്കുന്നു എന്ന് ഉറപ്പാക്കുന്ന ഒരു കരാറാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന നഗോയ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കരാറിനെ പറ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഈ കരാറ് 2010 എന്ത് ചെയ്യുന്നത്, ഒപ്പുവയ്ക്കുന്നത്. 2010 ഒക്ടോബർ 29 ഈ ഒരു കരാർ ഒപ്പുവയ്ക്കുന്നു. പക്ഷേ ഇത് പ്രാബല്യത്തിൽ വരുന്നത് 2014 ഒക്ടോബർ 12 കേട്ടോ. അപ്പോൾ 2010 ഒക്ടോബർ 29 കരാർ ഒപ്പുവെച്ചുവെങ്കിലും 2014 ഒക്ടോബർ 29 ഒപ്പുവെച്ചു. പക്ഷേ 2014 ഒക്ടോബർ 12 എന്ത് ചെയ്യുന്നത്, ഈ ഒരു കരാർ നിലവിൽ വരുന്നത് അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വരുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ നഗോയ പ്രോട്ടോകോൾ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഇവിടെ വെച്ചാണ് ഒപ്പുവെച്ചത്, നഗോയയിലാണ്. അപ്പോൾ നഗോയ എവിടെയാണെന്ന് അറിയാലോ, നഗോയ എന്ന് പറയുന്നത് ജപ്പാനാണ്. ജപ്പാനിലാണ് നഗോയ എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കിയടാ, നമ്മുടെ 2026 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് എവിടെയാണ്, ഐച്ചി നഗോയ ജപ്പാൻ അല്ലേ. അപ്പോൾ നഗോയ എന്ന് പറയുന്നത് ജപ്പാനിലാണ്. അപ്പോൾ നഗോയയിൽ വെച്ചാണ് ഈ ഒരു പ്രോട്ടോകോൾ ഒപ്പുവെച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് നഗോയ പ്രോട്ടോകോൾ എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അതുപോലെ തന്നെ ഇവിടെ ഒരു IRCC ഉണ്ടല്ലേ. ഈ IRCC എന്ന് പറയുന്നത് ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് സർട്ടിഫിക്കറ്റ്സ് ഓഫ് കംപ്ലൈൻസ്. എന്താണ് ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് സർട്ടിഫിക്കറ്റ്സ് ഓഫ് കംപ്ലൈൻസ് എന്നാണ് IRCCയുടെ പൂർണ്ണരൂപം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ രാജ്യത്തിൻ്റെ എന്താണ് പരമ്പരാഗതമായ അറിവുകൾ അല്ലെങ്കിൽ ജനിതകപരമായിട്ടുള്ള അറിവുകളൊക്കെ എന്താണ് മറ്റുള്ളവർക്ക് എന്താണ് ഉപയോഗിക്കാനായിട്ട് കൊടുക്കുമ്പോൾ ലഭിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, IRCC സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. സോ അതും കൂടെ ഇതിൻ്റെ ഭാഗമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഏകദേശം 56% സർട്ടിഫിക്കറ്റുകളും നൽകിയത് ഇന്ത്യ എന്നാണ് ഇതിൻ്റെ ഒരു റിപ്പോർട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു നഗോയ പ്രോട്ടോകോൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ IRCC സർട്ടിഫിക്കറ്റുകൾ നൽകിയ രാജ്യം ഇന്ത്യയാണ്. ഏകദേശം 56% സർട്ടിഫിക്കറ്റുകളാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇന്ത്യ നൽകിയിരിക്കുന്നത്.
ഇനി സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് ആണ്. അപ്പോൾ നമുക്കറിയാം 2026 പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് നടന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി 2 കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നെന്ന് പറയുന്നത് വേദിയാണ് അല്ലേ, അത് ഛത്തീസ്ഗഡ് ആണ് എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി തന്നെ ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. ദെൻ അതേപോലെ തന്നെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് മോർവീർ ആണ് എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ആദ്യമേ അറിയാലോടാ, ഛത്തീസ്ഗഡ് ആണ് വേദി, മോർവീർ ആണ് ഭാഗ്യചിഹ്നം. ദെൻ ഇനി എന്താ നോക്കുന്നത്, പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിൽ ഓവറോൾ നേടിയത് ഏത് സ്റ്റേറ്റ് ആണ്? അത് കർണാടകയാണ്. കർണാടക ഒന്നാമതാണ്. ദെൻ 2ാം സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2ാം സ്ഥാനത്ത് ഒഡീഷ. 2ാം സ്ഥാനത്ത് ഒഡീഷയാണ്. ദെൻ 3ാം സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3ാം സ്ഥാനത്ത് ജാർഖണ്ഡ്. 3ാം സ്ഥാനത്ത് ആരാണ്? ജാർഖണ്ഡാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായാലും ഒരു ഗെയിംസ് അല്ലേ നടന്നത്. ഈ നമ്മുടെ കേരളത്തിന്റെ സ്ഥാനം അറിയണ്ടേ. അപ്പോൾ കേരളത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് 23ാം സ്ഥാനം കേട്ടോ. കേരളം 23ാമതാണ്. അപ്പോൾ പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിൽ കേരളത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് 23ആണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 7 സ്പോർട്സ് ഈവന്റുകളിലാണ് എന്ത് നടന്നത്, മത്സരങ്ങൾ നടന്നത്. 2 പ്രദർശന മത്സരങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ 2 മെഡലില്ല, ജസ്റ്റ് പ്രദർശന ഈവന്റുകളായിട്ട് മാത്രം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നടന്നിട്ടുണ്ടായിരുന്നു. ആ പ്രദർശനം മാത്രമായിട്ട് നടന്നത് മല്ലാഖാമും അതുപോലെ തന്നെ കബഡിയുമാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി മെഡൽ ഈവന്റ് ആയിട്ടുണ്ടായിരുന്നത് 7 ആണെന്ന് ഞാൻ പറഞ്ഞു. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ഹോക്കിയാണ്. ദെൻ അതുപോലെ തന്നെ ഫുട്ബോൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അമ്പെയ്ത്ത് ഉണ്ടായിരുന്നു, ദെൻ നീന്തൽ ഉണ്ടായിരുന്നു, ഗുസ്തി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വെയിറ്റ് ലിഫ്റ്റിംഗ് ഉണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ എന്തുണ്ടായിരുന്നു, നമ്മുടെ അത്ലറ്റിക്സ് ഉണ്ടായിരുന്നു. സോ ഈ 7 ഈവന്റിലാണ് എന്ത് നടന്നത്, മത്സരങ്ങൾ നടന്നത്. അപ്പോൾ അതിൽ ഓവറോൾ നേടിയത് കർണാടകയാണ്, ഒഡീഷ 2ാമതാണ്, ജാർഖണ്ഡ് 3ാമതാണ്, കേരളം 23ാമതാണ്, വേദി ഛത്തീസ്ഗഡ് ആണ്, മോർവീർ ഭാഗ്യചിഹ്നമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേന്ദ്ര കായിക മന്ത്രി ആരാണ്? മൻസുഖ് മാണ്ഡവ്യ. ആരാണ്? മൻസുഖ് മാണ്ഡവ്യ ആണ് കേന്ദ്ര കായിക മന്ത്രി കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം കൂടി പഠിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. നമുക്കറിയാം ഒരുപാട് ഖേലോ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ഉണ്ട്, ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് ഉണ്ട്, ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് ഉണ്ട്, ഖേലോ ഇന്ത്യ അതുപോലെ തന്നെ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് ഉണ്ട്, ദെൻ ഇപ്പോൾ എന്താണ് ട്രൈബൽ ഗെയിംസ് ഉണ്ട്. ഇനി അത് മാത്രമല്ല ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഖേലോ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഈവൻസ് വരുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യണം, നമുക്ക് പഠിച്ചേ പറ്റുള്ളൂ. കാരണം ഇത് ഫസ്റ്റ് ടൈം നടക്കുന്ന ഒരു ഈവന്റ് ആയതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക. ഇനി അടുത്തത് IPL-ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. IPL-ൽ 200 വിക്കറ്റ് വീഴ്ത്തിയ 2ാമത്തെ താരം ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭുവനേശ്വർ കുമാറാണ്. ആരാണ്? അപ്പോൾ IPL-ൽ 200 വിക്കറ്റ് നേടിയ 2ാമത്തെ താരം ഭുവനേശ്വർ കുമാറാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ IPL-ൽ 200 വിക്കറ്റ് നേടിയ ആദ്യ താരം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുക യുസ്വേന്ദ്ര ചഹൽ. ആരാണ്? യുസ്വേന്ദ്ര ചഹലാണ്. കൃത്യമായിട്ടൊന്ന് പഠിച്ചേക്കെ. യുസ്വേന്ദ്ര ചഹലാണ് IPL-ൽ 200 വിക്കറ്റ് നേടിയ, അല്ലെങ്കിൽ IPL-ൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ഇൻ കേസ് IPL-ൽ 200 വിക്കറ്റ് നേടിയ ആദ്യ ഇന്ത്യൻ ബോളർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര് തന്നെ? യുസ്വേന്ദ്ര ചഹൽ തന്നെ. 2ാമതാണ് ആരെന്ന് പറയുന്നത്? ഭുവനേശ്വർ കുമാർ. പക്ഷെ നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റൂടാ, IPL-ൽ 200 വിക്കറ്റ് നേടിയ ആദ്യ പേസ് ബോളർ അല്ലെങ്കിൽ IPL-ൽ 200 വിക്കറ്റ് നേടിയ ആദ്യ ഫാസ്റ്റ് ബോളർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭുവനേശ്വർ കുമാറാണ്. കാരണം ചഹല് ഒരു സ്പിൻ ബോളറാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു കാര്യം അങ്ങനെ ഒന്ന് പഠിച്ചു വയ്ക്കാം, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് 2026 ഏപ്രിൽ മാസത്തിലെ കണക്കുകൾ പ്രകാരം അത്ലറ്റിക്സിൽ ഉത്തേജക മരുന്ന് ഉപയോഗം മൂലം വിലക്ക് നേരിടുന്ന അത്ലറ്റുകളുടെ എണ്ണത്തിൽ ലോകത്ത് 1ാമതുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ്. അപ്പോൾ കുറച്ച് വൈഡായിട്ട് കിടക്കുന്ന സെന്റൻസ് ആണ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഈ ഉത്തേജക മരുന്ന് ഉപയോഗം കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അത്ലറ്റുകളെ ബാൻ ചെയ്യുന്ന കാര്യം അറിയാമല്ലോ. അപ്പോൾ ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പ്രകാരം അത്തരത്തിൽ ഉത്തേജക മരുന്ന് ഉപയോഗത്തിൽ ഏറ്റവും കൂടുതൽ അത്ലറ്റുകളെ ബാൻ ചെയ്യപ്പെട്ട രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയാണ്. 2ാം സ്ഥാനത്തുള്ളത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെനിയാണ്. ഇവിടെ 2ാമത് കെനിയാണ്. ദെൻ 3ാം സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3ാം സ്ഥാനത്ത് റഷ്യ ആണെന്നുള്ള കാര്യം കൂടി പഠിക്കുക. അപ്പോൾ ഇന്ത്യ, കെനിയ, റഷ്യ, ഇതാണ് 1, 2, 3 സ്ഥാനങ്ങളിൽ. അപ്പോൾ അത് കാര്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ടാലന്റ് ഡിഗ്രി ലെവൽ പ്രിലിംസ് കമ്പൈൻസ് റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള venadaru.talentgala.com ലഭ്യമാണ്. 3 വോളിയമാണ്. അതേപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങളുണ്ട്, SCRT ഫാക്ടറുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ വാങ്ങുക, പഠിക്കുക, ഉടനെ തന്നെ ഒരു നല്ല ജോലി നേടുക. ഇനി നമുക്ക് ചർച്ച ചെയ്ത പോയിന്റ് ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞ പോയിന്റ് മാതങ്കി ചരിതം എന്ന് പറയുന്ന ഒരു പുതിയ കഥകളി അല്ലെങ്കിൽ ആട്ടക്കഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഏതിനെ ബേസ് ചെയ്താണ്? നമ്മുടെ ചണ്ടാല ഭിക്ഷുകി. ചണ്ടാല ഭിക്ഷുകി എഴുതിയതാരാണ്? കുമാരനാശാനാണ്. മെയിൻ ക്യാരക്ടേഴ്സ് മാതങ്കിയും ആനന്ദൻ എന്ന് പറയുന്ന ബുദ്ധഭിക്ഷുവാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദെൻ 2ാമത് രാഘവ് ചദ്ദ എന്ന് പറയുന്ന ഒരു MPയെ പറ്റി പറഞ്ഞു. രാജ്യസഭ MP ആണ്. ദെൻ അദ്ദേഹത്തെ എന്താണ് രാജ്യസഭ ഡെപ്യൂട്ടി ലീഡർ പദവിയിൽ നിന്നും, ആം ആദ്മിയുടെ ഡെപ്യൂട്ടി ലീഡർ പദവിയിൽ നിന്നും അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ആം ആദ്മി പാർട്ടിയെ റെപ്രസെന്റ് ചെയ്യുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് രാഘവ് ചദ്ദ. ഒന്ന്
മനസ്സിലാക്കുക. ദെൻ ഗൊലസ്ഥാൻ കൊട്ടാരം എവിടെയാണ്? ടെഹ്റാൻ, ഇറാനിലാണ്. അപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് ഇസ്രായേൽ ഇറാൻ വാറിൻ്റെ സമയത്ത് ഈ ഒരു കൊട്ടാരം തകരുകയുണ്ടായി. ദെൻ 1954 ഹേഗ് കൺവെൻഷൻ്റെ ലംഘനമാണ് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ IRENA റിന്യൂവബിൾ കപ്പാസിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട് പ്രകാരം 2025 ആഗോള റിന്യൂവബിൾ എനർജി വിപണിയിൽ ഒന്നാമതുള്ളത് ചൈനയാണെന്ന് പറഞ്ഞു. രണ്ടാമത് USA ആണ്. ദെൻ ഇന്ത്യ എത്രാമതാണ്? മൂന്നാമതാണ്. അതിനുശേഷം പറഞ്ഞൊരു പ്രതിമയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. മഗാവ എന്ന് പറയുന്ന എലിയുടെ സേവനങ്ങൾക്കുള്ള ആദര സൂചകമായിട്ട് കംബോഡിയയിൽ എന്ത് ചെയ്തു? ഒരു സ്മാരക പ്രതിമ സ്ഥാപിച്ച കാര്യം പറഞ്ഞു അല്ലേ. അപ്പോൾ മഗാവ എലി എന്ന് പറയുന്നത് ഈ പറയുന്ന കംബോഡിയയിൽ കുറേ കാലം ആഭ്യന്തര യുദ്ധങ്ങളും കലാപങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കി പത്രം എന്ന നിലയ്ക്ക് അവിടെ കുറേ എന്തുണ്ടായിരുന്നു, ഈ കുഴിബോംബുകളൊക്കെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ കണ്ടെത്താനായിട്ട് നിയോഗിക്കപ്പെട്ട ഒരു എലിയാണ് എന്തെന്ന് പറയുന്നത്, മഗാവ എന്ന് പറയുന്ന എലി. സോ അതുകൊണ്ട് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക, അതിനൊരു പ്രതിമ സ്ഥാപിക്കപ്പെട്ടു. ദെൻ അതിനുശേഷം പറഞ്ഞത് ഹാലോ വേൾഡ് എന്ന് പറഞ്ഞ പേരിട്ടിരിക്കുന്ന ഭൂമിയുടെ ചിത്രം പകർത്തിയത് റീഡ് വീസ്മാൻ ആണ് കേട്ടോ. അപ്പോൾ ഹാലോ വേൾഡ് എന്ന് പറഞ്ഞാലും ഭൂമിയുടെ ചിത്രമാണ്, ബ്ലൂ മാർബിൾ എന്ന് പറഞ്ഞാലും ഭൂമിയുടെ ചിത്രമാണ്. ഹാലോ വേൾഡ് എന്ന് പറയുന്ന ചിത്രം പകർത്തിയത് റീഡ് വീസ്മാൻ ആണ്. ആർട്ടിമിസ് 2 എന്ന് പറയുന്ന ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ആ ചിത്രം പകർത്തിയത്. കൃത്യമായിട്ട് പഠിക്കുക. ദെൻ അതേപോലെ തന്നെ എന്താണ് ബ്ലൂ മാർബിൾ എന്ന് പറയുന്ന ചിത്രം പകർത്തിയത് അപ്പോളോ 17, അതായത് 1972 എന്ത് ചെയ്യുന്നത്, അപ്പോളോ 17 എന്ന് പറയുന്ന മിഷൻ വിക്ഷേപിക്കുന്നത്. സോ എന്താണ് ആ ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് ബ്ലൂ മാർബിൾ എന്ന് പറയുന്ന ഭൂമിയുടെ ചിത്രം പകർത്തിയത്. സോ അതുകൂടെ മനസ്സിലാക്കുക. അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു, മനുഷ്യ ശരീരത്തിൽ സ്വാഭാവികമായുള്ള ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് അഥവാ എന്താണ് കാൽസ്യം AKG എന്ന രാസസംയുക്തം അൽഷിമേഴ്സ് രോഗത്തെ പ്രതിരോധിക്കാൻ സഹായിക്കുമെന്ന് അടുത്തിടെ കണ്ടെത്തി. അതിനുശേഷം പറഞ്ഞത് നഗോയ പ്രോട്ടോകോൾ പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ IRCC സർട്ടിഫിക്കറ്റുകൾ നൽകിയ രാജ്യം ഇന്ത്യയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് ഛത്തീസ്ഗഡിൽ നടന്നു. മോർവീർ ഭാഗ്യചിഹ്നം. ഇനി പോയിന്റ് ടേബിൾ അഥവാ മെഡൽ ടേബിൾ അല്ലെങ്കിൽ ഓവറോൾ നേടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർണാടകയാണ്. ദെൻ രണ്ടാം സ്ഥാനത്ത് ആരാണെന്ന് പറഞ്ഞു, ഒഡീഷയാണ്. മൂന്നാമത് ജാർഖണ്ഡാണ്. കേരളം 23-ാമതാണെന്ന് പറഞ്ഞു. 7 ഈവന്റുകളിലാണ് മത്സരം ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു. ദെൻ അതിനുശേഷം പറഞ്ഞ പോയിന്റ് IPL 200 വിക്കറ്റ് നേടിയ രണ്ടാമത്തെ താരം ആരാണ്? ഭുവനേശ്വർ കുമാറാണ്. ഒന്നാമത് ആരാണ്? യുസ്വേന്ദ്ര ചഹലാണ്. ഇനി അടുത്ത പോയിന്റ് പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു, 2026 ഏപ്രിൽ മാസത്തിലെ കണക്കുകൾ പ്രകാരം അത്ലറ്റിക്സിൽ ഉത്തേജക മരുന്ന് ഉപയോഗം മൂലം വിലക്ക് നേരിടുന്ന അത്ലറ്റുകളുടെ എണ്ണത്തിൽ ലോകത്ത് ഒന്നാമതുള്ള രാജ്യം ഇന്ത്യയാണ്. രണ്ടാമത് കെനിയയാണ്. മൂന്നാമത് റഷ്യ. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിൻ്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, ബഹിരാകാശ യാത്രികരുടെ സുരക്ഷയും ശാരീരിക മാനസിക ക്ഷമതയും വിലയിരുത്തുന്നതിനായിട്ട് ISRO ലഡാക്കിലെ ലേയിൽ വെച്ച് നടത്തുന്ന ഇന്ത്യയുടെ ആദ്യത്തെ അനലോഗ് മിഷന്റെ പേരെന്താണ്? മിഷൻ ശക്തി, മിഷൻ ആകാശ്, മിഷൻ ധർമ്മ, മിഷൻ മിത്ര. ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധ പശ്ചാത്തലത്തിൽ പുറത്താക്കിയ അമേരിക്കൻ ആർമി ചീഫ് ഓഫ് സ്റ്റാഫ് ആരെന്നാണ്? ജനറൽ വില്യം ഗ്രെയിൻ, ജനറൽ പാം ബോണ്ടി, ജനറൽ റാൻഡി ജോർജ് ക്രിസ്റ്റീനോ. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ആദ്യത്തെ വനിതാ കമ്മീഷണർ ആരെന്നാണ്? അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് അശ്വിനി ബിഡയാണ്. അപ്പോൾ ഈ അശ്വിനി ബിഡ എന്ന് പറയുന്നത് മെട്രോ വുമൺ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ്. അതുകൂടെ ഓർത്തു വയ്ക്കുക. രണ്ടാമത്തെ ചോദ്യം, ടൈഡ്സ് ഓഫ് ടൈം ഭാരത് ഹിസ്റ്ററി ത്രൂ മ്യൂറൽസ് ഇൻ പാർലമെന്റ് എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഒരു സംശയവും വേണ്ട, സുധാമൂർത്തിയാണ്. നിലവിൽ രാജ്യസഭാ MP ആണ്. ഈ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ച നമ്മുടെ CP രാധാകൃഷ്ണൻ നിലവിലെ ഉപരാഷ്ട്രപതിയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകളും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കും. 2026 ഏപ്രിൽ 7, 8 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.